जय गौरभक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम राम हरे ओम ज्ञाननिरन्दस्य ज्ञानाश्वागय चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथामह्यं ददाति सुपदान्तिकं वन्देकं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवान् श्रीरूपं सागरजातं शरणरघुनाथानिदं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् शरणभगदा श्रीविशालानिदांश ये कृष्णवरणा सिन्धु दीनबन्धु जगत्पदे गोपेशा गोपिका कान्ता राधा कान्ता नमस्तुते तप्तकाञ्चन गौरङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः भावनेभ्यो वैष्णवेभ्यो नमो नमः ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम सत्सत् हरे कृष्ण ചൈതന്യ ചരിതാമൃതം മധ്യലീലയിലെ 9ാമത്തെ അധ്യായത്തിലെ മഹാപ്രഭുവിന്റെ തീർത്ഥയാത്ര എന്ന 9ാമത്തെ അധ്യായത്തിലെ 194ാമത്തെ ശ്ലോകം. हरे कृष्णा. शिला प्रभात की जय, शिला गुरुदेव की जय, गुरु परंपरा की जय, इस्कॉन ഭക്തവൃന്ദ की जय, ഇസ്കോണിലടക്കം എല്ലാ ഗുരുവൃന്ദങ്ങൾക്കും എൻ്റെ രണ്ടാമത്തെ നമസ്കാരം. അവരുടെ പാദം തൊട്ട് നമസ്കരിക്കുന്നു. അതുപോലെ നിങ്ങളുടെയും ഓരോരുത്തരുടെയും പാദം തൊട്ട് നമസ്കരിക്കുന്നു. കാരണം നിങ്ങളുടെ കൃപയ്ക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ കൃപയുണ്ടെങ്കിലേ എനിക്ക് നിങ്ങൾ പറയാൻ പറ്റും. ഹരേ കൃഷ്ണ. शीला प्रभुपाद की जय. समवेत भक्तवृंद की हरिनाम संकीर्तनम की जय. गौर प्रमानिंदे हरि 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 बोल. हरे कृष्ण. अप्राकृता वस्तु नह प्राकृत गोचर वेद पुराणे देयै कहे निरंतराम. अप्राकृता वस्तु नहे प्राकृत गोचर वेद पुराणे देयै कहे निरंतर. अप्राकृता वस्तुनहे प्राकृत गोचर वेद पुराणे देयै कहे निरंतराം. ചില പ്രഭാതിക്ക് ജയ്. പ്രഭാതിന്റെ പദാനുപദ തർജ്ജമ ശ്രദ്ധയോട് കേൾക്കുക. അപ്രാകൃത ആധ്യാത്മികമായ വസ്തു, ആധ്യാത്മികമായ വസ്തു നഹേ ഇല്ല, പ്രാകൃത ഭൗതികമായ ഗോചര ന്യായപരിധിക്കുള്ളിൽ, വേദപുരാണേതെ വേദങ്ങളും പുരാണങ്ങളും ഏയി ഇത് കഹേ പറയുന്നു, നിരന്തര എപ്പോഴും വിവർത്തനം. ശീലപ്രഭാതിക്ക് ആധ്യാത്മിക വസ്തു ഒരിക്കലും ഭൗതിക സങ്കല്പത്തിന്റെ പരിധിക്കുള്ളിൽ ആകുന്നില്ല. വേദങ്ങളും പുരാണങ്ങളും എപ്പോഴും ഇത് പറയുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ആധ്യാത്മിക വസ്തുക്കളിൽ ആധ്യാത്മികത ഉണ്ടായതുകൊണ്ട് ഭൗതികതയിൽ അത് വരുന്നില്ല. അത് എല്ലാ വേദങ്ങളിൽ കൂടിയും പറയപ്പെടുന്നു എന്ന് പറയുന്നു. ഇനി ഭാവാർത്ഥം. ശീലപ്രഭാതിക്ക് കഠോപനിഷത്തില് 2, 3, 9, 12 പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ന സദൃശ് തിഷ്ഠതി രൂപം അസ്യ ന ചക്ഷുഷാ പശ്യതി കഞ്ചനൈനം ഹൃദയ മനീഷ മനസാഭി ക്ലിപ്തോ യേയ് ഏതത് വിദുർ അമൃതസ്ഥോ ഭവന്തി നൈവ വചാന മനസാ പ്രാപ്തും ശാഖ്യു ന ചക്ഷുഷാ. ചിത് ശക്തി ഭൗതിക നേത്രങ്ങളുടെയും വാക്കുകളുടെയും മനസ്സിന്റെയും അധികാര പരിധിക്കുള്ളിലല്ല. അപ്പൊ നമ്മുടെ ആന്തരിക ശക്തി അല്ലെങ്കിൽ ആത്മീയ ശക്തി അല്ലെങ്കിൽ ചിത് ശക്തി അത് ഒരു കാരണവശാലും നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള ചിന്തയ്ക്കോ നമ്മുടെ മാനസിക പരിധിക്കുള്ളിലോ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്കുള്ളിലോ ഒന്നും കാണപ്പെടാനോ കേൾക്കാനോ ഫീൽ ചെയ്യുവാനോ നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്നു. അതുപോലെ ശ്രീമദ് ഭാഗവതത്തിൽ 10
84:13 പ്രസ്താവിക്കുന്നു. യസ്യ ആത്മബുദ്ധി ഗുണപേ ത്രിധാതുകേ സ്വാദി കളത്രയതേഷു ഭൗമ ഇജാതിഹ യത്തീർത്ഥബുദ്ധി സലിലെ ന കർഹിച്ചിത് ജനേഷാവിജ്ഞേഷു സ ഏവ ഭോഖര. ത്രിധാതുക്കൾ നിർമ്മിതമായ ശരീരം താനെന്ന് കരുതുവാനും ശരീരത്തിന്റെ ഉപോത്പന്നങ്ങളെ തന്റെ ബന്ധുക്കളായി കാണുന്നവനും തന്റെ ജന്മദേശത്തെ ആരാധനാർഹമായി പരിഗണിക്കുന്നവനും തീർത്ഥസ്ഥലങ്ങളിൽ എത്തിയ അതീന്ദ്രിയ ജ്ഞാനങ്ങളായ ആളുകളെ സന്ധിക്കാതെ കേവലമൊരു സ്നാനത്തിനു വേണ്ടി മാത്രം അവിടങ്ങളിൽ പോകുന്നവനും ആയ ഒരുവനെ കഴുതയോ കന്നുകാലിയോ ആയി കരുതണം. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് വളരെ പ്രാധാന്യം, പ്രഭുപാദ് പലയിടത്തും ഈ ശ്ലോകം കൂട്ട് ചെയ്യുന്നുണ്ട്. ത്രിധാതുക്കൾ എന്ന് പറഞ്ഞാൽ വാദം, പിത്തം, കഫത്താൽ നിർമ്മിതമായ ഈ ശരീരം, അതുപോലെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച ഈ ശരീരം, അശാശ്വതമായ ഈ ശരീരം. അപ്പം ശരീരത്തിന്റെ ഉത്പന്നങ്ങളെ തന്റെ ബന്ധുക്കളായി കാണുന്നു. ശാരീരിക ബന്ധത്തിൽ കൂടി വരുന്നതിനെല്ലാം നമ്മുടെ ബന്ധുക്കളായിട്ട് നമ്മൾ കാണുന്നവനും ജന്മദേശത്തിന് ഈശ്വരന് തുല്യമായിട്ട് കാണുന്നവനും തീർത്ഥസ്ഥലങ്ങളിൽ എത്തുന്ന ആതീന്ദ്രിയ ജ്ഞാനികളായ ഋഷിവര്യന്മാരെയോ ശ്രേഷ്ഠ ഭക്തരെയോ അവരുടെ മുഖാരവിന്ദത്തിൽ നിന്നും ആ തീർത്ഥസ്ഥലങ്ങളുടെ മഹിമ കേൾക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയോ കേവലം ഒരു സ്നാനം, ഒരു തരത്തിലുള്ള സ്നാനം എന്നുള്ള കാഴ്ചപ്പാടിൽ പോയി സ്നാനം ചെയ്തിട്ട് വരുന്ന വ്യക്തിയാണേലും അങ്ങനെയുള്ള വ്യക്തികളെ ഒരു മൃഗത്തിന് തുല്യമായിട്ടോ ഒരു കഴുതയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾക്ക് തുല്യമായിട്ടോ കാണണം എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഈ ശ്ലോകം ഭഗവാൻ സ്വയം പറയുന്നത്. ആധ്യാത്മിക വസ്തുവിനെ പറ്റിയുള്ള ചില വൈദിക പ്രസ്താവനകളാണ് ഇവ. ആധ്യാത്മിക വസ്തുവിനെ അല്പബുദ്ധികൾക്ക് കാണാൻ കഴിയുകയില്ല. അപ്പൊ നിസാരമായ സാധാരണ അല്പബുദ്ധികളായ വ്യക്തികൾക്ക് ആധ്യാത്മികതയെ കാണാൻ സാധിക്കില്ല. എന്തെന്നാൽ അവർക്ക് ജീവാത്മാവിനെ കാണാനുള്ള കണ്ണുകളോ മനോഭാവവും ഇല്ല. അപ്പം സർവരിടത്തും ജീവാത്മാക്കളാണെന്നുള്ള ആ മനോഭാവനയോടുകൂടി എല്ലാത്തിനെയും ഭഗവാന്റെ അംശമാണെന്നുള്ള കാണാനുള്ള കണ്ണുകളോ ഭാവനയോ മനോഭാവവും ഇല്ല. പരിണിതഫലമായി ആത്മാവെന്ന ഒരു വസ്തു ഇല്ലെന്ന് അവർ ചിന്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ്, ആത്മാവിനെ കാണാത്തത് കൊണ്ട് ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു ഇല്ലെന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷെ വൈദിക ശാസനകൾ പിന്തുടരുന്ന അവർ മുകളിൽ ഉദ്ധരിച്ച കഠോപനിഷത്തിലെയും ശ്രീമദ് ഭാഗവത്തിലെയും ശ്ലോകങ്ങൾ പോലുള്ള വൈദിക പ്രസ്താവനകളിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, കുരുക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ആ സന്ദർഭം, ഈ ശ്ലോകം വരാൻ ഉള്ള സന്ദർഭമാണ്. തർപ്പണത്തിനും അങ്ങനെ വന്നതാണ്. മധുരാവാസികള്, ബ്രജവാസികൾ ഒക്കെ വന്നിട്ടുണ്ട് ആ കുരുക്ഷേത്രത്തില്. അപ്പൊ ആ സമയത്ത് അവിടെ വന്നിട്ടുള്ള സന്യാസികൾക്ക് നല്ല ബഹുമാനമാണ് കൃഷ്ണ, ബലരാമൻ, സുഭദ്രയെല്ലാം കൊടുത്തത്. ഇവിടെ കൃഷ്ണനും ബലരാമനും സുഭദ്രയും മധുരവാസികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഋഷിവര്യന്മാരെ വളരെ മാനസമ്മാനം കൊടുത്ത് സ്വീകരിച്ചിരുത്തി. അതിനുശേഷം അവർ വേദികർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ തുടങ്ങി, റിച്വലൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നാൽ കൃഷ്ണൻ സ്വയം പറയുന്നു, പുണ്യധാമിൽ ചെന്നാൽ പ്രയോറിറ്റി കൊടുക്കണം ശ്രേഷ്ഠ ആത്മാക്കൾക്കും ആ ധാമിനും എല്ലാത്തിനും എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഒരു പുണ്യധാമിൽ പരിക്രമയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഭക്തവൃന്ദങ്ങൾക്ക്, അവിടെയുള്ള ശ്രേഷ്ഠ ഋഷിവര്യന്മാർക്ക് അല്ലെങ്കിൽ ശ്രേഷ്ഠ ആത്മീയ ഭക്തർക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും
അവരിൽ നിന്ന് ആ ദേശത്തെ മഹിമകളും അവിടുത്തെ മഹിമകളും കാര്യങ്ങളും ശ്രവിക്കുകയും എന്നിട്ട് അവിടെ സ്നാന പുണ്യാദി കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഊർന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ അതൊരു തീർത്ഥയാത്രയായി മാറുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് ഈ ശ്ലോകത്തിൽ. അപ്പം എന്നാൽ വളരെ ശ്രേഷ്ഠമായ സ്ഥലത്ത് കുളി കഴിഞ്ഞ് ഋഷികളുടെ മുഖാരവിന്ദത്തിൽ നിന്നും അതിൻ്റെ മഹിമകൾ ശ്രവിക്കണമെന്നാണ് പറയുന്നത്. ഒരു വ്യക്തി സ്വയം മനസ്സിലാക്കണം, നമ്മുടെ ശരീരം വാദം പിത്തം കഫം, കഫത്താൽ നിർമ്മിതമാണ്. അതിനെ ത്രിധാതു എന്ന് പറയുന്നു. ഋഷിവരിൽ നിന്ന് ശ്രവിച്ചില്ലയോ എങ്കിൽ ആ വ്യക്തികൾ മൃഗത്തിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ശ്ലോകത്തിന്റെ പ്രാധാന്യം ഹോളി പ്ലേസില് ഋഷികളിൽ നിന്ന് ശ്രവിക്കണം. ശ്രവണത്തിനാണ് വളരെ പ്രാധാന്യം ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ രാമേശ്വരത്തൊക്കെ പോയാൽ അവിടെ 21 കിണറുകളൊക്കെ ഉണ്ടല്ലോ. അതിൽ നിന്ന് എല്ലാ കിണറിൽ നിന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് സ്നാനമൊക്കെ ചെയ്തിട്ട് മാത്രമേ പോയാൽ ശിവന്റെ കൃപയും ശിവഭഗവാന്റെ ഡേറ്റിയും ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവിടുത്തെ മഹിമ പറയുന്നത്. അത് വിശ്വസിച്ച് നമ്മൾ അത് 21ാമത്തെ കിണറ്റിലെ വെള്ളവും വെള്ളത്താൽ നമ്മൾ സ്നാനം ചെയ്ത് നമ്മൾ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ശുദ്ധി വരുത്തി ഭഗവാനെ ദർശിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത് നമ്മൾ അനുസരിച്ച് പോയെങ്കിൽ മാത്രമേ അതൊരു തീർത്ഥയാത്രയായിട്ട് വരികയുള്ളൂ. അപ്പോ കാരണം ശുദ്ധമാകണം. അപ്പോൾ ബാഹ്യമായിട്ട് നമ്മൾ കുളിക്കുമ്പോൾ ശുദ്ധമാകണം, ആന്തരികമായിട്ട് കുളിക്കുമ്പോൾ അശുദ്ധമാകണമെങ്കിൽ അവിടുത്തെ മഹിമകൾ കേൾക്കുകയും ഹരിനാമം ജപിക്കുകയും ചെയ്യണം. ഇനി അതുപോലെ ശ്രേഷ്ഠ വ്യക്തികളിൽ നിന്ന് കൂടുതൽ ആന്തരികമായി ശ്രേഷ്ഠ വ്യക്തികളിൽ നിന്ന് നമ്മൾ അവിടുത്തെ മഹിമകൾ കേൾക്കുമ്പോൾ കൂടുതൽ നമ്മൾ ആന്തരികമായിട്ട് ശുദ്ധമാകുന്നു. ഉദാഹരണം 9 തരത്തിലുള്ള ഭക്തിയിൽ കീർത്തനത്തിൽ കൂടി നമുക്ക് 3 കിട്ടും. ശ്രവണം, കീർത്തനം, സ്മരണം നമുക്ക് കിട്ടുന്നു. അങ്ങനെ നമ്മുടെ ജന്മം സാഫല്യമാകുന്നു. നമുക്ക് ശരിയായ അവബോധം കിട്ടുന്നു. കീർത്തനമാണ് ഈ നവരസഭക്തിയിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയപ്പെടുന്നു. ജപത്തിന്റെ മഹിമ മനസ്സിലാക്കണമെങ്കിൽ ശ്രവണം വേണം. അപ്പോൾ ആ ജപത്തിന്റെ മഹിമ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ മഹിമ അല്ലെങ്കിൽ ആ തീർത്ഥയാത്രയുടെ മഹിമ അത് പൂർണ്ണമാകുകയും അത് മനസ്സിലാക്കുകയും വേണമെങ്കിൽ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ ശ്രവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതും ശ്രേഷ്ഠ ഭക്തരുടെ. നാരദമുനി പറയുന്നു, നമ്മൾ ഹോളി പ്ലേസിൽ പോകുമ്പം എവിടെ കൃഷ്ണ കഥയുടെ നദി ഒഴുകുന്നു എന്ന് തിരക്കി പിടിക്കണം എന്നാണ് നാരദ മഹർഷി പറയുന്നത്. കാരണം കൃഷ്ണ കഥ നമ്മൾ കേട്ടിരിക്കണം. അതുകൊണ്ടാണ് വൃന്ദാവനത്തിലൊക്കെ പോയാലും രാവിലത്തെ ഭാഗവതം കേട്ടിട്ടാണ് സാധാരണ ആൾക്കാർ യാത്ര തിരിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നുണ്ട്, തസ്മിൻ മഹിൻ മുഖരിത മധുവി ചരിത്ര എന്ന് വെച്ചാൽ ഭഗവാന്റെ ചരിത്രം ആത്മീയ നദിക്ക് തുല്യമാണ്. അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുവാണ് ആത്മീയത. പീയൂഷോ ശേഷ ചരിത സ്രവന്തി ശോക മോഹ ഭയ ഇതിൽ നിന്ന് രക്ഷപ്പെടുക. അതായത് ഭഗവാന്റെ അതിശ്രേഷ്ഠമായ മഹിമയുള്ള ചരിത്രങ്ങൾ ഏത് വ്യക്തി കേൾക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശോകവും മോഹവും ഭയവും ഇല്ലാതാകുന്നു എന്ന് പറയുന്നു. അതിൽ നിന്ന് അവർ രക്ഷപ്പെടും. കൃഷ്ണ കഥ കേട്ടാൽ മഹാപ്രസാദം കഴിച്ചതിന് തുല്യമാണെന്ന് ഭാഗവതത്തിൽ പറയുന്നു. അപ്പൊ ഏതൊരു വ്യക്തി കൃഷ്ണകഥ കേൾക്കുന്നുവോ ആ വ്യക്തി മഹാപ്രസാദം കഴിച്ചതിന് തുല്യമാണെന്നാണ് ഭാഗവതം പറയപ്പെടുന്നത്. ഇനി നമുക്ക് ഒന്ന് ഡീറ്റെയിൽസ് നോക്കിയാൽ
ചൈതന്യ ചരിതാമൃതം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ചരിത്രത്തിന്റെ അമൃതം എന്നാണ്. അപ്പൊ ശ്രീ ചൈതന്യ മഹാചരിതാമൃതം മധ്യലീലയില് 19-ാമത്തെ അധ്യായത്തില് 119-ാമത്തെ ശ്ലോകത്തില് ഒരു ഈ 119-ാമത്തെ ശ്ലോകം പറയുന്നത് ഹേലോ ദുനിത ഖേദയ വിശദയ പ്രേമ ഉന്മൂല മോദയ ശ്യാമാശാസ്ത്ര വിവാദായ രസതയ ചിത്താർപ്പിതോ ഉന്മാദയ ശാശ്വത് ഭക്തി വിനോദായ സമദായ മാധുര്യ മര്യാദയ ശ്രീ ചൈതന്യ ദയാനിധേ തവ ദയാ ഭൂയാത് അമന്തോ ദയഃ. അപ്പൊ ഇവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ശ്ലോകത്തിൽ കൂടി 10 മഹിമകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. 10 മഹിമകൾ. 1, ഖേലോ ബുദ്ധിത ഖേദയ, ഖേലോ ബുദ്ധിത ഖേദയ, മഹാപ്രഭുവിന്റെ കൃപയാൽ ഭൗതിക ദോഷങ്ങളെല്ലാം ഇല്ലാതാകുന്നു. 1. രണ്ടാമത് പറയുന്നു വിശദയ. വിശദയ എന്ന് പറഞ്ഞാൽ ഭൗതിക എല്ലാം തന്നെ പരിശുദ്ധമാക്കും. 3-മത് ഈ ശ്ലോകത്തിൽ പറയുന്ന പ്രേമ ഉന്മീലത മോദയ, ആത്മീയ ആനന്ദം ഉണ്ടാകുന്നു. ആത്മീയ ആനന്ദം ഉണ്ടാകുന്നു. 4-മത് പറയുന്ന ശ്യാമൃത് ശാസ്ത്ര വിവാദയ, ശാസ്ത്രത്തോടുള്ള വിവാദം, തെറ്റിദ്ധാരണ ഇത്യാദി ഇല്ലാതാകുന്നു. കാരണം ശാസ്ത്രത്തിൽ വേദവാക്യം അഭേദവാക്യവുമുണ്ട്. അപ്പൊ അങ്ങനെ വേദവാക്യവുമുണ്ട് അഭേദവാക്യവുമുണ്ട്. ഇങ്ങനെ അഭേദമായിട്ടുള്ളതെല്ലാം ഇല്ലാതാകുന്നു. വേദവാക്യം 2 തരം. ഭഗവാനും ശാസ്ത്രവും തമ്മിലുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാകും. ഭഗവാനും ഭഗവാന്റെ എനർജിയും തമ്മിൽ വ്യത്യാസമില്ല എന്ന് മനസ്സിലാകും. നമ്മൾ അഭേദവാക്യയെ കാര്യമാക്കുന്നില്ല. ദ്വന്ദ്വം, ഭഗവാനും ഭഗവാന്റെ എനർജിയും തമ്മിൽ വ്യത്യാസമില്ല, ശക്തിയും ശക്തിമാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന ആ ഭാവത്തിലേക്ക് നമ്മൾ എത്തും. 5 പറയുന്നത് രസദയ. മഹാപ്രഭു എല്ലാം ആത്മീയമാക്കി തരുന്നു. അപ്പൊ രസദയ എന്ന് പറഞ്ഞാൽ ഈ ശ്ലോകത്തില് മഹാപ്രഭു സർവ്വതും ആത്മീയമാക്കി തരുന്നു. അപ്പൊ മഹാപ്രഭുവിന്റെ പാദകമലത്തെ പിന്തുടരുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന 10 ഗുണങ്ങളാണ് മഹാപ്രഭു, ആ 10 ശിക്ഷണങ്ങളാണ് നമുക്ക് തരുന്നത്. 6-ാമത്തേതിൽ പറയുന്ന ചിത്താർപ്പിതോ ഉന്മാദയ, നമ്മുടെ ഹൃദയത്തിന്റെ ഉന്മാദം വർദ്ധിപ്പിക്കും. അപ്പോ നമുക്ക് അലസഭാവത്തോടു കൂടിയായിരിക്കില്ല, നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്ന ഉന്മേഷത്തോടു കൂടിയായിരിക്കും. അപ്പൊ നമ്മുടെ ചിത്തിലെ, നമ്മുടെ അവബോധത്തിന്റെ, നമ്മുടെ ഹൃദയത്തിന്റെ ആ അലസതയെ ഇല്ലാതാക്കി തരും. 7-മത് പറയുന്നു ശാശ്വത് ഭക്തി വിനോദായ, ഭക്തിയുടെ ആനന്ദം എല്ലായ്പ്പോഴും വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഒരു ദിവസം ഭക്തി കിട്ടി, അടുത്ത ദിവസം ഭക്തിയുടെ അലസത ഉണ്ടാകുന്നു, അതിൻ്റെ അവിടുത്തെ മന്ദത ഉണ്ടാകുന്നു, അടുത്ത ദിവസം തീരെ ഭക്തി ഇല്ലാതായി വരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയെ ഭഗവാൻ ചൈതന്യൻ എല്ലാം ഇല്ലാതാക്കി തരുന്നു. 8-മത്തെ പറയുന്നത് സമതയ, എല്ലായ്പ്പോഴും പരമാനന്ദം അനുഭവിക്കുന്നു. ആനന്ദം അല്ല, പരമാനന്ദം. 9 പറയുന്നു മാധുര്യ മര്യാദയ, മഹാപ്രഭു മാധുര്യം ഭക്തിയുടെ ഒരു അളവിൽ ചർച്ച ചെയ്യുന്നു, നമുക്ക് തരുന്നു.
ഭക്തനും ഭഗവാനും തമ്മിലുള്ള ചർച്ചയിൽ, ഉദാഹരണം നമുക്കറിയാം, രാമാനന്ദ റായിയും മഹാപ്രഭുവും സർഭൂമ ഭട്ടാചാര്യര്, സ്വരൂപ് ദാമോദര് എന്ന് വേണ്ട എത്ര അതിശ്രേഷ്ഠമായ ഭക്തര് തമ്മിലുള്ള ചർച്ച, ഈ അധ്യായത്തിൽ തന്നെ അതാണ് മെയിന്. ആ ചർച്ചയിൽ കൂടി നമുക്ക് വേണ്ടതെല്ലാം അവര് പരസ്പരം ചർച്ചയിൽ കൂടി നമുക്ക് തരുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുവാനുള്ള അനുഭൂതിയും പ്രാവർത്തികമാക്കാനുള്ള അനുഭൂതിയും ആസ്വാദനവും ത്വരയും ഇഷ്ടവും ഉന്മേഷവും എല്ലാം ഇതിൽ കൂടി നാം ഓരോരുത്തർക്കും കിട്ടുന്നു. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന് ആവശ്യം. 10ാമത്തെ കാര്യം പറയുന്നു, ശ്രീ ചൈതന്യ ദയാനിധേ തവ ദയാ ഭൂയാത് അമന്തോദയ എന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ നമ്മൾക്ക് ഭാഗ്യമാണ്. അപ്പൊ മഹാപ്രഭുവിന്റെ കൃപ നമുക്ക് വളരെ 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 അത്യന്താപേക്ഷിതമാണ്. അപ്പൊ മഹാപ്രഭുവിന്റെ കൃപ വേണമെങ്കിൽ നിത്യാനന്ദ പ്രഭുവിന്റെ കൃപ കിട്ടണം. നിത്യാനന്ദ പ്രഭുവിന്റെ കൃപ കിട്ടണമെങ്കിൽ ആത്മീയ ഗുരുവിന്റെ കൃപ കിട്ടണം. ആത്മീയ ഗുരുവിനെ കിട്ടണമെങ്കിൽ വരിഷ്ഠ ഭക്തരുടെ കൃപ വേണം. ഇങ്ങനെ ഇതെല്ലാം ലിങ്കായിട്ട് കിടക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഇതില് ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ നമുക്ക് കിട്ടുന്നത്. അപ്പോ ഇവിടെ ഇനി നമ്മൾ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ, സ്വരൂപ് ദാമോദർ പറയുന്നു, എന്റെ അപരാധങ്ങൾ ക്ഷമിക്കൂ, ഞാൻ നിന്റെ സംഘം വിട്ട് വേറെ ഓരോന്നിൽ അലയുന്നു. അപ്പൊ ഇവിടെ സ്വരൂപ് ദാമോദരെ നമ്മളെ പോലുള്ള കണ്ടീഷൻ സോളുമായിട്ടാണ്, അല്ല സ്വരൂപ് ദാമോദർക്കല്ല. സ്വരൂപ് ദാമോദർ വളരെ ശ്രേഷ്ഠനായ ഭക്തി, രാമാനന്ദരായ മാതിരി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മളെ പോലുള്ള കണ്ടീഷൻ ആത്മാക്കളെ, കണ്ടീഷൻ സോളുകൾക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ, കാരണം സത്യത്തിൽ ഇത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. സ്വരൂപ് ദാമോദർ ഗോസ്വാമി എവിടെയും പോകില്ല എന്നാൽ ഹ്യൂമിലിറ്റി നമുക്ക് കാണിച്ചു തരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഹ്യൂമിലിറ്റിയാണ് നമ്മളെ കാണിച്ചു തരുന്നത്. എന്നാൽ കണ്ടീഷൻ സോൾ കൃഷ്ണന്റെ സംഘം വിട്ട് ഭൗതികതയ്ക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ചിത്താത്മാക്കള് അല്ലെങ്കിൽ സിദ്ധാത്മാക്കള് അവര് കണ്ടീഷൻ സോളുകളായ നമ്മൾക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതെന്ന്. അപ്പൊ നമ്മള് അലഞ്ഞു നടക്കുന്നു ഭൗതികതയ്ക്ക് വേണ്ടി. 3ാമത്തെ ഖണ്ഡം ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ജനസ്യ കൃഷ്ണാത് വിമുഖ ചൈവാത് അധർമ്മശീലസ്ത സുസുഖി തസ്യ അനുഗ്രഹായ ചരസ്തി മൂഢം ഭൂതാനി ഭവ്യാനി ജനാർദ്ദനസ്യ. ആൾക്കാർ കൃഷ്ണനിൽ നിന്ന് തിരിഞ്ഞ് അധർമ്മം ചെയ്ത് ശീലിക്കുകയും ആൾക്കാർ കൃഷ്ണനിൽ വിമുഖത കാണിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് തിരിഞ്ഞ് അധർമ്മങ്ങൾ കാണിക്കുകയും അതിന്റെ പരിണിത ഫലമായി എല്ലായ്പ്പോഴും ദുഃഖത്തിൽ കഴിയുകയും ചെയ്യുന്നു. അപ്പം പൊതുവെ സ്വാഭാവികമായിട്ട് കലിയുഗത്തിലെ ആൾക്കാര് ഭഗവാനിൽ വിമുഖത കാണിച്ച് ഭഗവാനിൽ നിന്ന് തിരിഞ്ഞ് അധർമ്മങ്ങളുടെ വഴിയിലേക്ക് പോകുകയും അത് പരിശീലിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് എല്ലായ്പ്പോഴും ദുഃഖമാണ് ഉണ്ടാകുന്നത്. വീണ്ടും പറയുന്നു, തുമാര ചരണനാഹി പ്രേമ ലേശ. നിന്റെ പാദകമലത്തില് ധൂളിൽ ഒരു തരി തന്നാലും, കാരണം എന്തിനാണ്? പ്രേമം കിട്ടാൻ, കൃഷ്ണ പ്രേമം കിട്ടാൻ എന്ന് മഹാപ്രഭുവിനോട് പറയുന്നു. തുമായി ചായി പാപി, ഞാൻ സാധാരണക്കാരൻ, നിന്നെ വിട്ടിട്ട് വേറെ എവിടെയൊക്കെയോ പോകുന്നു. ഞാൻ സാധാരണ വ്യക്തിയാണ്, ഞാൻ നിന്നിലുള്ള ബന്ധം വിട്ടിട്ട് എവിടേക്കോ അലഞ്ഞ് നടക്കുന്നു, പോകുന്നു.
വിധുമാ ഛാഠേലയ തുമി മോര നാച്ചാലിയ കൃപ പാശ കേല കേലെ ബന്ദി ചരണ ഹനീല. ഞാൻ നിന്നിൽ നിന്ന് പിരിഞ്ഞു, എന്നാൽ നീ എന്നെ പിരിഞ്ഞില്ല. മഹാപ്രഭു പറയുകയാണ്, മഹാപ്രഭുവിനോട് പറയണം സുരദാമോദർ, ഞാൻ നിന്നിൽ നിന്ന് പിരിഞ്ഞു, എന്നാലോ നീ എന്നെ വിട്ടു പിരിഞ്ഞിട്ടില്ല. നിന്റെ കൃപയാകുന്ന കയറാൽ, അപ്പൊ നിന്റെ കൃപയാകുന്ന കയറാൽ, ഭഗവാനെ നിന്റെ കൃപയാകുന്ന കയറാൽ എന്റെ കഴുത്തിൽ ബന്ധിച്ചിരിക്കുന്നു. അപ്പൊ നിന്റെ കൃപയാകുന്ന കയറുകൊണ്ട് എന്റെ കഴുത്തിനെ ബന്ധിച്ചിരിക്കുന്നു, എന്നെ കൊല്ലാനല്ല. എന്നിട്ടോ നീ എന്നെ നിന്റെ പാദകമലത്തിൽ ശരണം തരാനായിട്ട് വലിക്കുന്നു. അപ്പൊ നിന്നോട് ഞാൻ വിട്ടുപിരിഞ്ഞിട്ടും അലസത കാണിച്ചിട്ടും വിമുഖത കാണിച്ചിട്ടും നീ എന്നിൽ അലസതയോ വിമുഖതയോ വൈമനസ്യമോ ഒന്നും കാണിച്ചിട്ടില്ല. തന്നെയുമല്ല, നിന്റെ പ്രേമമാകുന്ന നിന്റെ പ്രേമമാകുന്ന പാശം എന്റെ കഴുത്തിൽ ബന്ധനസ്ഥനാക്കുകയും എന്നെ കൊല്ലാനല്ല, നിന്റെ പാദകമലത്തിലേക്ക് വലിച്ച് ആ പാദകമലത്തിന്റെ മധുരം നുകരുവാനായിട്ടുള്ള അവസരം തരുകയും ചെയ്യുന്നു എന്ന് ആണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയുന്നു, വായോ മക്കളെ, കൃപ എടുത്തോ, യഥേഷ്ടം എടുത്തോ എന്ന് പറയുന്നു. അപ്പൊ മഹാപ്രഭു പറയുന്നു, വായോ മക്കളെ, ദാ എന്റെ പാദകമലത്തിന്റെ ധൂളി അല്ലെങ്കിൽ എന്റെ പാദകമലത്തിലെ പ്രേമം മധു നുകരുന്ന മാതിരി നിങ്ങൾ നുകർന്ന് യഥേഷ്ടം കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നു. ഇതാണ് ഭഗവാനും ഭഗവാന്റെ ഭക്തരും തമ്മിലുള്ള പരസ്പര കൊടുക്കൽ വാങ്ങൽ. ഇത് ആ സ്വരൂപ് ദാമോദർ നമുക്ക് അതാണ് ഇവിടെ ഈ അധ്യായത്തിൽ ഉടനീളം നമുക്ക് കാണിച്ചു തരുന്ന ഓരോ ഭക്തരുമായിട്ടുള്ള ബന്ധവും മഹാപ്രഭുവിന്റെ സംസർഗവും മഹാപ്രഭുവിന്റെ ആചാരങ്ങളും വിചാരങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നു. ആ നാം ഓരോരുത്തരും അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ശ്രീ ചൈതന്യ ചരിതാമൃതം എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ചരിത്രമാകുന്ന അമൃത് നുകരുവാനായിട്ടാണ് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി നമുക്ക് ഈ മഹാപ്രഭുവിന്റെ ചരിത്രം നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ അത് അമൃത് നുകരുമ്പോഴാണ് നമുക്കത് ആസ്വാദ്യമായി തീരുന്നത്. ഓക്കെ. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാർ ന്യായത്തിന്റെ ഗീതയിൽ നമുക്ക് നല്ലതോ ചീത്തോ ഏതോ എന്ന് പറഞ്ഞു തരുന്നു. ഭഗവത്ഗീതയിൽ കൂടി ഭഗവാൻ നല്ലതും ചീത്ത ഏതാന്ന് പറഞ്ഞു തരുന്നു. ഗീതയിൽ കൂടി നമുക്ക് ജ്ഞാനം കിട്ടുന്നു. നമ്മുടെ സ്വഭാവം അധ്വാനിക്കാതെ കൃപ കിട്ടണം എന്നതാണ്. കലിയുഗത്തിലെ ജീവാത്മാക്കളായ ഭൗതികതയിൽ കിടന്ന് ഉള്ളുന്ന ജീവാത്മാക്കൾക്ക് അധ്വാനിക്കാതെ കൃപ കിട്ടണം. അപ്പം കലിയുഗത്തിൽ എല്ലാവർക്കും ഫ്രീ വേണം, എല്ലാം ഫ്രീ വേണം. ഫ്രീ ആണെങ്കിൽ അവർ സിമെന്റും തിന്നും. ഫ്രീ വേണം. മഹാപ്രഭു എല്ലാവർക്കും കൃഷ്ണകൃപ ഫ്രീ ആയി വിതരണം ചെയ്യുന്നു. മഹാപ്രഭു ദക്ഷിണ മധുരയിൽ എത്തുന്നു. മഹാപ്രഭു കീർത്തനം ചെയ്യുന്നു. അപ്പൊ അവിടെ എന്താണ് മഹാപ്രഭു കീർത്തനം ചെയ്തതെന്ന് വെച്ചാൽ, കൃഷ്ണ 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 ഹേ കൃഷ്ണ 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 രാമ കൃഷ്ണ 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 രച്ചാമാം കൃഷ്ണ കൃഷ്ണ പാഹിമാം രാമ രാഘവ രാമ രാഘവ രാധാമാം. ഇത് ചൊല്ലിയും ഹരിനാമം ജപിച്ചുമാണ് മഹാപ്രഭു മധുരയിൽ എത്തുന്നത്. ഏത് മധുരയാണ്? ദക്ഷിണ മധുരയില്. അവിടെ നമ്മൾ കണ്ട മധുരയല്ല, നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ആ മധുരയിൽ എത്തുന്നത്.
അപ്പം രാമ രാഘവ രാമ രാഘവ രാധാമാം കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹിമാം. നമുക്കറിയാം കൃഷ്ണൻ വന്നത് മൂന്ന് കാര്യത്തിനാണ്, അല്ലെ? കൃഷ്ണൻ വന്നത് എന്തിനു വേണ്ടിയാ? മൂന്ന് കാര്യം ഏതാണ്ടാണ്: ഭക്തർക്ക് സംരക്ഷണം കൊടുക്കുവാനും, ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനും, ദുഷ്കൃതികളെ ഇല്ലായ്മ ചെയ്യുവാനും. പിന്നീട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മധുരയിലെ ആൾക്കാരുമായിട്ടുള്ള തൻ്റെ ലീലകൾ നടത്തുവാൻ, അങ്ങനെയൊക്കെ ആസ്വദിക്കുവാനും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി ഭക്തിയോഗയെ പറ്റി പറയുന്നു. സർവധർമ്മ പരിത്യജ്യ മന്മനാ മദ്ഭക്ത, ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങളിൽ കൂടി ഭക്തിയോഗയിൽ പറ്റി പറയുകയും ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ, കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നു. അതുമാതിരി ഭക്തിയോഗയെ ഒന്നുകൂടി വിശദമായിട്ട് ഭാഗവതം വിവരിക്കുന്നു. അപ്പം ഭാഗവതം ഒന്നുകൂടി ഭക്തിയോഗയെ വിശദമായിട്ട് വിവരിക്കുന്നു. ഉദാഹരണം, ഭാഗവതത്തില് വ്രജവാസികൾ, കുന്തി മഹാറാണി, ധ്രുവ മഹാരാജ്, ഭീഷ്മദേവൻ, സുഖദേവ് ഗോസ്വാമി, പരീക്ഷിത് മഹാരാജ്, ദ്രൗപദി, പാണ്ഡവര്, പൃഥ്വി മഹാരാജ്, ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ഭക്തര്, ഭരത് മഹാരാജ്, ഇങ്ങനെയൊക്കെയുള്ള ശ്രേഷ്ഠ ഭക്തരെ പറ്റി ഭാഗവതം പറയുന്നു. അങ്ങനെ പോകുന്നു. എന്നാൽ ഭഗവാൻ സ്വയം ഭക്തനായി സ്വന്തം ജീവിതത്തിൽ കൂടി ഭക്തിയോഗം വിശദീകരിച്ചു തരുന്നു. അതാണ് മഹാപ്രഭു, ചൈതന്യ മഹാപ്രഭു. അപ്പൊ ഇങ്ങനെ എല്ലാം തന്നിട്ടും ഗോലോക വൃന്ദാവനത്തിൽ ഇരുന്നിട്ട് ഭഗവാൻ ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പൊ പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആചരണം ചെയ്തുകൊണ്ട് ആ ആചാരങ്ങളും ആചരണവും ശരിയാക്കിയാലേ ഭക്തിയുടെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുത സ്വന്തം ജീവിതത്തിൽ ആചരണത്തിൽ കൂടി ഭക്തഗണങ്ങളെ കാണിച്ചു തരുകയും മനസ്സിലാക്കി തരുകയും ആ കൃഷ്ണ പ്രേമം അവർക്ക് യഥേഷ്ടം വാരി കൊടുക്കുകയും ചെയ്യുന്നു ചൈതന്യ മഹാപ്രഭു. അപ്പോ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം ഭക്തി ഒരു എക്സാമ്പിളാണ്. ഭക്തിയുടെ ഒരു എക്സാമ്പിളാണ് ശ്രവണവും കീർത്തനവും സ്മരണവും പാദസേവനവും എന്നൊക്കെ. അത് മഹാപ്രഭു കാണിച്ചു തരുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി വിശദമാക്കുന്ന ബുക്കുകളാണ് മഹാപ്രഭുവിന്റെ സന്തത സഹചാരികളായി എഴുതിയത്. അവർ ഒന്നുകൂടി അത് വിശദീകരിച്ച് വളരെ ആധികാരികമായിട്ട് വിശദീകരിച്ച് നമുക്ക് തരുന്നു. ശ്രീ ചൈതന്യ ചരിത എന്ന ബുക്ക് മുരാരി ഗുപ്തയാണ് എഴുതിയത്, അദ്ദേഹത്തിന്റെ ഭാഷണമാണ്. ചൈതന്യ മംഗൾ ലോചനദാസ് ഠാക്കൂർ എഴുതി വിശദമായിട്ട് അത് ഒന്നുകൂടി വിശദമാക്കി തരുന്നു. ചൈതന്യ ഭാഗവതം വൃന്ദാവനദാസ് ഠാക്കൂർ എഴുതി ഒന്നുകൂടി വിശദമാക്കി തരുന്നു. ഇവിടെ മൂന്ന് മഹത് വ്യക്തികളുടെ കൃപയാൽ നമുക്ക് മഹാപ്രഭുവിന്റെ ബയോഗ്രഫി കിട്ടുന്നു. വൃന്ദാവനവാസികളുടെ നിർബന്ധപ്രകാരം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, ഷഡഗോസ്വാമികളുടെ നിർബന്ധപ്രകാരം നിത്യാനന്ദ പ്രഭു എന്ന് വേണ്ട എല്ലാവരെയും നിർബന്ധപ്രകാരം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, പ്രത്യേകിച്ച് മഹാപ്രഭുവിന്റെ സന്യാസം ചൈതന്യ ചരിതാമൃതത്തിൽ കൂടി കവിരാജ് ഗോസ്വാമി നമുക്ക് വിശദമായിട്ട് അന്ത്യലീല നമുക്ക് കാട്ടിത്തരും. ഇനി ഭഗവാൻ മദനമോഹനൻ പ്രത്യേകം പറയുന്നു ചൈതന്യ ചരിതാമൃതം എഴുതാനെന്ന് കവിരാജ് ഗോസ്വാമി. നിത്യാനന്ദ പ്രഭുവിന്റെ കൃപ, വൃന്ദാവന ഷഡഗോസ്വാമികളുടെ കൃപ, സന്യാസം സ്വീകരിച്ച ആദ്യത്തെ 6 വർഷം യാത്ര
യാത്രയും പഠിപ്പിക്കലുമായിരുന്നു മഹാപ്രഭു ചെയ്തുകൊണ്ടിരുന്നത്. 18 വർഷം ജഗന്നാഥ് പുരിയിൽ ഭജനയും ഭക്തസംഘവുമായിട്ട് പോയി. പ്രഭുപാദർ എന്നാൽ ഭക്തി വിനോദ ഠാക്കൂർ ഒരു കോപ്പി ഇറക്കി ചൈതന്യ ചരിതാമൃതത്തിന്റെ. ഒരുപാട് ഭക്തർക്ക് കൃഷ്ണപ്രേമം കൊടുത്തു മഹാപ്രഭു. അടുത്തത് ഗോവിന്ദ ഗോവിന്ദ ഈശ്വര ഗോവിന്ദ എന്ന് പറയുന്ന ഒരു ഭക്തൻ. അടുത്തത് ഈ ഗോവിന്ദൻ എന്ന് പറയുന്ന ഭക്തൻ ഈശ്വരപുരിയുടെ ശിഷ്യൻ, ചൈതന്യ മഹാപ്രഭുവിന്റെ ഗോഡ് ബ്രദർ ഈശ്വരപുരി. ഗോവിന്ദൻ പറയുന്നു, ഞാൻ ഈശ്വരപുരിയുടെ സേവകൻ. ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് വരുന്നു. അപ്പൊ പറയുന്നു, ഞാൻ ഈശ്വരപുരിയുടെ സേവകനാണ്. ഗോവിന്ദൻ പറയുന്നു, ഈശ്വരപുരി സിദ്ധിപ്രാപ്തനായി. അപ്പൊ അദ്ദേഹം ശരീരം വെടിഞ്ഞു ഭഗവദ്ധാമത്തിലെത്തി. ശരീരം വെടിയുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, അങ്ങയെ സേവ ചെയ്യണം എന്ന്, മഹാപ്രഭുവിനെ സേവ ചെയ്യണമെന്ന്. അപ്പോ അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ. എന്നിട്ട് പറയുന്നു, കാശീശ്വർ എന്ന് പറയുന്ന ഒരു ഭക്തനുണ്ട്, അദ്ദേഹം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നും പറയുന്നു. ഇവിടെ എൻ്റെ ആത്മീയ ഗുരു എല്ലായ്പ്പോഴും എനിക്ക് നല്ലതേ ചെയ്യൂ എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഗോവിന്ദ് എന്ന് പറയുന്ന ആ ഭക്തന്റെ സംഭാഷണത്തിൽ നിന്ന് കേട്ടതിന് ശേഷം മഹാപ്രഭു പറയുന്നു, എൻ്റെ ആത്മീയ ഗുരു എനിക്ക് എല്ലായ്പ്പോഴും നല്ലതേ തരൂ, നല്ലതേ പറയൂ എന്ന് പറയുന്നു. പ്രഭു കഹേ ഈശ്വര ഹായേ പരമ സ്വതന്ത്ര ഈശ്വരേരെ കൃപ നാഹേ വേദ പരതന്ത്ര. ഇവിടെ സന്ദർഭം സർവഭൗമ ഭട്ടാചാര്യർ ചോദിക്കുന്നു, ഗോവിന്ദൻ ശൂദ്രനല്ലേ, പിന്നെ എങ്ങനെ അങ്ങ് സേവയ്ക്ക് കൂട്ടുന്നു, അങ്ങയുടെ അടുക്കൽ പറഞ്ഞു വിട്ടു എന്ന് ചോദിക്കുന്നു. അപ്പൊ പരമദിവ്യോത്ത പുരുഷൻ പരിപൂർണ സ്വതന്ത്രനാണ്. ഈശ്വരപുരിയുടെ ഭക്തനും പരിപൂർണ സ്വതന്ത്രനാണെന്ന് ചൈതന്യ മഹാപ്രഭു മറുപടി ആർക്ക് കൊടുക്കുന്നു? സർവഭൗമ ഭട്ടാചാര്യർക്ക് കൊടുക്കുന്നു. അപ്പോൾ പരമദിവ്യോത്തമ പുരുഷൻ പരിപൂർണ സ്വതന്ത്രനാണ്. അപ്രകാരം ഈശ്വരപുരിയുടെ ഭക്തനും പരിപൂർണ സ്വതന്ത്രനാണ്. ഇതിന്റെ അർത്ഥം ഭഗവാന്റെ ഭക്തർക്ക് ജാതിയോ ഗോത്രങ്ങളോ ഒന്നും ബാധകമല്ല. അവരെല്ലായ്പ്പോഴും പരിപൂർണ സ്വതന്ത്രരാണ് എന്ന്. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ വിതുരരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. കൃഷ്ണൻ ഒന്നിനു മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഭക്തിയുടെ പ്രേമത്തെ മാത്രം. അപ്പൊ കൃഷ്ണൻ ഒന്നിനെ മാത്രമേ ആശ്രയിച്ചിരിക്കുന്നുള്ളൂ, അതാണ് ഭക്തിയുടെ സേവയാകുന്ന പ്രേമത്തെ മാത്രം. അവിടെ ജാതിയോ ഗോത്രമോ വർണ്ണമോ ഒന്നും ബാധകമല്ല എന്നൊരു ഇത് ചൈതന്യ മഹാപ്രഭു കൊടുക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്കത് വ്യക്തമാക്കാം. അങ്ങനെ മര്യാദ ഹൈലെ കോടി സുഖ സ്നേഹ ആചരേണ പരമാനന്ദ ഹയ്യേ യാര നാമശ്രവണ. കോടാനുകോടി വലുതാണ് ബഹുമാനത്തിന്റെയും അഭിനയത്തിന്റെയും പ്രേമയുത സേവനത്തിന്റെ. അപ്പോ ഈ ബഹുമാനിക്കുന്നതും, അതായത് ആന്തരികമായിട്ട് ബഹുമാനം കൊടുക്കാതെ ബാഹ്യമായിട്ട് അഭിനയിക്കുന്നതിനേക്കാളും കൂടാനുകൂടി ശ്രേഷ്ഠമാണ് ഭക്തിയുടെ പ്രേമയുത സേവനം എന്ന് മഹാപ്രഭു പറയുന്നു. വൈകുണ്ഠ സേവയും ഗോലോക സേവയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. വൈകുണ്ഠ സേവ ദാസ്യഭാവത്തിലും ഗോലോക സേവ മാധുര്യഭാവത്തിലും സാഖ്യഭാവത്തിലും വാത്സല്യഭാവത്തിലും ഒക്കെയാണ് നടക്കുന്നത്.
അപ്പൊ അത് തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം കൊണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ ദാസ്യത്തിന്റെയും പ്രേമരസത്തിന്റെയും ഭാവവ്യത്യാസമാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ചോദിക്കുന്നു സർവഭൗമ ഭട്ടാചാര്യരുടെ അടുക്കൽ, ഗുരുവിന്റെ സേവകൻ എന്നെ സേവ ചെയ്യാൻ വരുന്നു, ഞാൻ എങ്ങനെ സ്വീകരിക്കും എന്ന്. എൻ്റെ ഗുരുവിന്റെ സേവകൻ എന്നെ സേവ ചെയ്യാൻ വരുന്നു, ഞാൻ എങ്ങനെ ആ സേവ സ്വീകരിക്കും എന്ന് ചോദിക്കുന്നു. സർവഭൗമ ഭട്ടാചാര്യർ പറയുന്നു, ഭക്തന്റെ കടമയാണ് ഗുരുവിന്റെ വാക്ക് പാലിച്ച് ജീവിക്കുക. ഇത് നമുക്ക് മനസ്സിലാക്കി തരുവാണ്. എൻ്റെ ഗുരുവിന്റെ ഭക്തൻ എന്നെ സേവ ചെയ്യാൻ വരുന്നു, ഞാൻ എങ്ങനെ സ്വീകരിക്കും എന്ന് സർവഭൗമ ഭട്ടാചാര്യരോട് ചോദിച്ചപ്പോൾ സർവഭൗമ ഭട്ടാചാര്യ പറയുന്നു, ഗുരുവിന്റെ കൽപ്പനകൾ അത് മാനിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ശിഷ്യന്റെ കടമ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇവർ തമ്മിലുള്ള ചർച്ചയിൽ. അപ്പൊ ശാസ്ത്ര പ്രമാണം അത് കാരണം അംഗീകരിക്കുക, ഇതാണ് ശാസ്ത്ര പ്രമാണം പ്രഭുവേ, അതുകൊണ്ട് അങ്ങ് അത് അംഗീകരിക്കുക. മഹാപ്രഭുവിനെ അറിയാഞ്ഞിട്ടാണോ? അപ്പൊ ഇവര് തമ്മിലുള്ള ഭക്തരും ഭഗവാനും തമ്മിലുള്ള ആ ചർച്ച നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിപ്രാധാന്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. ഉദാഹരണം ലക്ഷ്മണന്, പരശുരാമൻ, ഇത്രയധികം ഒരുപാട് നമ്മുടെ ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മഹാപ്രഭു ഗോവിന്ദനെ തന്റെ സേവകനായിട്ട് സ്വീകരിക്കുന്നു. അടുത്തത് ബ്രഹ്മാനന്ദ ഭാരതി എന്ന് പറയുന്ന ഒരു ഭക്തൻ വരുന്നു. മുകുന്ദദത്ത പറയുന്നു, അങ്ങയെ കാണാൻ ബ്രഹ്മാനന്ദ ഭാരതി എന്ന് ഭാരതി വന്നു, വിളിക്കണോ എന്ന് ചോദിക്കുന്നു മഹാപ്രഭുവിന്റെ അടുക്കല്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഉടനെ പറയുന്നു, എൻ്റെ ഗുരുവിന്റെ ലെവലാണ്, അത് കാരണം ഞാൻ അങ്ങോട്ട് പോയി കാണാം. ഇത് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ശ്രേഷ്ഠ ഭക്തര്, നമ്മുടെ ഗോഡ് ബ്രദേഴ്സ്, സീനിയറായിട്ടുള്ള ഗോഡ് ബ്രദേഴ്സുകളൊക്കെ നമ്മളെ കാണാനായിട്ട് വരുമ്പോൾ അനുവാദം ചോദിക്കുമ്പം നമ്മൾ അവരുടെ മുമ്പിൽ തലക്കണം എടുത്തിട്ട് ഞാൻ ഒന്നൊന്നര ഭക്തനാണെന്നുള്ള ഭാവത്തോടു കൂടി, അല്ലെങ്കിൽ ഞാൻ ഒന്നൊന്നര പുള്ളിയാണെന്നുള്ള ഭാവത്തോടു കൂടി ഇരിക്കാൻ പാടില്ല. അദ്ദേഹം നമ്മളെ വന്ന് കാണാനല്ല നോക്കേണ്ടത്, നമ്മൾ അദ്ദേഹത്തെ കാണാനാണ് പോകേണ്ടത് എന്ന് മഹാപ്രഭു നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അപ്പൊ അത് കാരണം ഞാൻ അങ്ങോട്ട് പോയിട്ട് അദ്ദേഹത്തെ കാണാം എന്നാണ് മഹാപ്രഭു പറയുന്നത്. അപ്പൊ ബ്രഹ്മാനന്ദ ഭാരതി മാൻതോൽ അണിഞ്ഞാണ് വന്നത്. ആ മാൻതോൽ അണിഞ്ഞു നിൽക്കുന്നത് കണ്ട് മഹാപ്രഭു അതിശയിച്ചു, എന്നാൽ അത് കാണിച്ചില്ല വെളിയിൽ. മുകുന്ദദത്തയോട് ചോദിക്കുന്നു, എവിടെ ബ്രഹ്മാനന്ദ ഭാരതി എന്ന്. അദ്ദേഹം കണ്ടതാണ്. അപ്പൊ മാൻതോൽ അണിഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മാനന്ദ ഭാരതിയെ മഹാപ്രഭു കാണാത്ത രീതിയിൽ ചോദിക്കുന്നു, എവിടെ ബ്രഹ്മാനന്ദ ഭാരതി എന്ന്. മുകുന്ദദത്ത പറയുന്നു, അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നല്ലോ, കണ്ടില്ലേ എന്ന്. ഇത് ബ്രഹ്മാനന്ദ ഭാരതിയല്ല, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആള്, മാൻതോൽ അണിഞ്ഞു നിൽക്കുന്ന ആള് ബ്രഹ്മാനന്ദ ഭാരതി അല്ല എന്ന് മഹാപ്രഭു പറയുന്നു. വേറെ ആരോ ആണ്. ബ്രഹ്മാനന്ദ ഭാരതി എന്തിന് മാൻതോൽ അണിയണം എന്ന് ഒരു ചോദ്യവും കൂടെ ചോദിക്കുന്നു മഹാപ്രഭു. അപ്പം ബ്രഹ്മാനന്ദ ഭാരതിക്ക് മനസ്സിലായി, ഞാൻ മാൻതോൽ അണിഞ്ഞ് നിൽക്കുന്നത് മഹാപ്രഭുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉടനെ മാറ്റുകയും ചെയ്തു മാൻതോൽ. മഹാപ്രഭുവിന് സന്തോഷമായി. അപ്പൊ തൻ്റെ ആചാരങ്ങളിൽ വ്യതിചലിച്ചു കഴിഞ്ഞാൽ
മഹാപ്രഭുവിന് ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു സന്ദേശം നമുക്ക് തരുന്നു. അപ്പൊ ആചാരാനുഷ്ഠാനങ്ങൾ നിഷ്ഠയോടുകൂടി പരിപാലനം ചെയ്യുമ്പോഴാണ് മഹാപ്രഭുവിന് ഇഷ്ടമാകുന്നത് എന്നുള്ള ഒരു ധ്വനി നമുക്ക് തരുന്നു. ബ്രഹ്മാനന്ദ ഭാരതി പറയുന്നു, എൻ്റെ ഭഗവാനെ, ഇപ്പം ഞാൻ രണ്ട് ബ്രഹ്മനെ കാണുന്നു. ഒരു ബ്രഹ്മൻ ജഗന്നാഥൻ അമ്പലത്തിൽ, പൂരിയിൽ ജഗന്നാഥന് അമ്പലത്തിൽ ഇരിക്കുന്നു, ചലിക്കുന്നില്ല, നിറം കറുപ്പാണ്, ശ്യാമള വർണ്ണനാണ് ഒരു ബ്രഹ്മൻ. അടുത്ത ബ്രഹ്മൻ ചലിക്കുന്നുണ്ട്, ഗൗരവർണ്ണനാണ്, അത് ഗൗരംഗ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ ഈ രണ്ട് ബ്രഹ്മന്മാരെ ഞാൻ ഇപ്പം നേരിട്ട് കാണുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ബ്രഹ്മാനന്ദ ഭാരതി പറയുന്നു, ഇപ്പൊ ചലിക്കുന്ന ബ്രഹ്മനും ചലിക്കാത്ത ബ്രഹ്മനും കൂടി ഈ ഭൗതിക ലോകം മുക്തമാക്കും എന്നും കൂടി അദ്ദേഹം പറയുന്നു. മഹാപ്രഭു പറയുന്നു, ബ്രഹ്മാനന്ദ, ഗൗരഹരി സഞ്ചരിക്കുന്നു. ബ്രഹ്മാനന്ദ ഭാരതി സർവഭൗമ ഭട്ടാചാര്യ ഞാൻ പറയുന്നത് ഒന്ന്, മഹാപ്രഭു പറയുന്നത് ഒന്ന്. അപ്പൊ പറയുന്നു, ഞാൻ പറയുന്നത് ഒന്ന്, മഹാപ്രഭു പറയുന്നത് ഒന്ന്. ബ്രഹ്മാനന്ദ ഭാരതി പറയുന്നു, ചൈതന്യ മഹാപ്രഭു എന്നെ ശുദ്ധമാക്കി എന്നാണ് പറയുന്നത്. കാരണം ഞാൻ മാൻതോലണിഞ്ഞു വന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ മാറ്റി, അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഞാൻ അംഗീകരിച്ചു. ആയതിനാൽ മഹാപ്രഭു എന്നെ ശുദ്ധമാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്റെ മാൻതോൽ മാറ്റിയത് കാരണം ഭഗവാൻ ആയതുകൊണ്ട് എന്നെ രക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം ഭഗവാൻ ആയതുകൊണ്ടാണ് എന്നെ രക്ഷിച്ചത് എന്നുള്ള സംബോധന അദ്ദേഹം ഇവിടെ ചെയ്യുന്നു. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാനും ഭഗവാന്റെ ഭക്തരും തമ്മിലുള്ള സംസർഗങ്ങളും അതിൻ്റെ സംഭാഷണ രീതികളുമൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് ശരിക്കും മഹാപ്രഭുവിന്റെ കൃപ കിട്ടുന്നത്. അതാണ് ചൈതന്യ ചരിതാമൃതം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ചിത്ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക നേത്രങ്ങൾ കൊണ്ടോ നമ്മുടെ വാക്കുകളുടെയും മനസ്സിന്റെയും ആധികാരിക പരിധിക്കുള്ളിലല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോൾ നമ്മളുടെ ഭഗവാനും നമ്മളും തമ്മിലുള്ള ഇടയിലുള്ള ആ പറുതെ ആത്മീയ ശക്തി അഥവാ ആന്തരിക ശക്തി അഥവാ ആദിനി ശക്തിയാകുന്ന രാധാമാത എടുത്തു കളയും. അപ്പൊ നമുക്ക് എല്ലാം വ്യക്തമായി കാണാനും മനസ്സിലാകാനും സാധിക്കുന്നു. ഈ ഒരു വസ്തുത നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് ഭഗവാൻ നമുക്ക് തരുന്നു. അതുപോലെ ഭാഗവതത്തിലെ ശ്ലോകം വളരെ പ്രാധാന്യമാണ്. എങ്ങനെയാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഭക്തൻ ശ്രവണത്തിലും കീർത്തനത്തിലും സ്മരണത്തിലും നവരസ ഭക്തിയിൽ കൂടി പോകുന്നതും, അതുപോലെ വാദം പിത്തം കഫം പിടിച്ച ഈ ശരീരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ ഭഗവാന്റെ പാദകമലത്തിൽ സമർപ്പിതമാക്കണമെന്നും, നമ്മൾ ഒരു പരിക്രമയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവിടെ കൈകാര്യം ചെയ്യേണ്ടതെന്നും, പരിക്രമ എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ടല്ല കാണേണ്ടത്, ചെവി കൊണ്ടാണ് കാണേണ്ടതെന്ന് ആചാര്യന്മാർ പറയുന്നതിൻ്റെ മഹിമ എന്താണെന്നും ഒക്കെ ഇത്യാദി കാര്യങ്ങൾ ഈ ചൈതന്യ ചരിതാമൃതത്തിലെ ഈ 94-ാമത്തെ ശ്ലോകത്തിൽ കൂടി നമുക്ക് മഹാപ്രഭു കാണിച്ചു തരുന്നു. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരിബോൽ. ഹരേ കൃഷ്ണ ഹരേ പ്രഭു. കൃഷ്ണ. നല്ല കാശായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഇനി ഒരു ശ്ലോകം പഠിപ്പിച്ചോളാം. ഒരു 194 മാത്രം. ഒരു ശ്ലോകം. ആർക്കും സംശയമൊന്നുമില്ലല്ലോ? Thank you, bro. Thank you for the wonderful plan. Thank you, bro. Wonderful. Sorry. പ്രഭു ഉണ്ടായിരുന്നോ? ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നിർത്താം. വാഞ്ചാകൽപ്പതരുപേക്ഷ്യ കൃപാസിന്ധു സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഹരേ കൃഷ്ണ. ചൈതന്യ हरे कृष्ण प्रभु, थैंक यू प्रभु, हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം പ്രഭു. हरे कृष्ण, थैंक यू. क्लोज ചെയ്യണേ മാജി. ഹരേ കൃഷ്ണ.